ഉണ്ടാക്കുന്നത് മുട്ട സിർക്കയാണ്. ഇത് മുട്ട ചേർത്തിട്ടുണ്ടാക്കുന്ന മുട്ട സിർക്കയാണ്. മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന മുട്ട സിർക്കയുടെ വേറെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട സിർക്കയാണത്. കറിയും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് മുട്ട ചേർക്കാത്ത മുട്ട സിർക്ക. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. ഇത് നമുക്ക് കറിയുടെ പോലും ആവശ്യമില്ല. അത്രയും ടേസ്റ്റിയും അത്രയും സോഫ്റ്റും ആയിട്ടുള്ളൊരു മുട്ട സിർക്കയാണ്. മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു മുട്ട സിർക്കയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് പച്ചരി എടുക്കാം. പച്ചരിക്ക് പകരം ബസ്മതി അരി, ജീരകശാല അരിയൊക്കെ യൂസ് ചെയ്യാം. ഈ അരി നമുക്ക് വെള്ളമൊഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ച് വെക്കാം. അരി നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും അരി നല്ല സോഫ്റ്റായി മാറും. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇനി അരിയിലുള്ള വെള്ളം മുഴുവൻ നമുക്കൊന്ന് കളയാം. വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഈ അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മുഴുവൻ ഒരുമിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർക്കാം. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് 2 മുട്ടയും കൂടി ചേർക്കാം. മുട്ട ഒരെണ്ണമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 മുട്ട ചേർത്താൽ ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ മുട്ട കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് 1 മുട്ട ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. 1/4 കപ്പ് മാത്രം ചേർത്താൽ മതി. അതായത് നമുക്ക് അരക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളം മാത്രം ചേർക്കുക. കൂടുതൽ വെള്ളമാവാൻ പാടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. അതായത് കുറച്ച് തിക്കായിട്ടിരിക്കണം മാവ്. നമ്മൾ അരച്ചെടുക്കുന്ന ഇഡ്ഡലി മാവുണ്ടല്ലോ, അത്രയും കട്ടി വേണ്ട. അതിനേക്കാൾ ഒരു അല്പം ലൂസായിട്ട്, എന്നാൽ കൂടുതൽ ലൂസാവാനും പാടില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. പൊതുവെ എൻ്റെ വീട്ടിലൊന്നും ഉമ്മയും ഉമ്മാമയൊന്നും മുട്ട സിർക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചേർക്കാറില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ചേർക്കാറുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മല്ലിയിലയുടെയൊക്കെ ഒരു നല്ല ഫ്ലേവറും വരും. അപ്പോൾ ഞാൻ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് രണ്ടും ചേർത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് അരച്ചെടുത്ത് പച്ചമുളകും മല്ലിയിലും ഒക്കെ അപ്പോൾ തന്നെ ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. മുട്ട സിർക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. മാത്രമല്ല നമ്മൾ ഇതിൽ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടാനോ കുറക്കാനോ പാടില്ല. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ സ്പൂൺ നിറയെ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഈ മുട്ട സിർക്ക നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെക്കണം. പൊങ്ങി ഉടനെ തന്നെ തിരിച്ചിടണ്ട. കുറച്ച് സമയം ഒന്ന് വെച്ച് ഇതിൻ്റെ അടിഭാഗം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഭാഗം കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം എണ്ണയിൽ നിന്നും മാറ്റാം. ഞാൻ ഈ മുട്ട സിർക്ക 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കും. കാരണം ഇത് കുറച്ച് തിക്കായിട്ടുള്ള മാവാണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ 2 വശം മാത്രം വേഗം ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ചില സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വേവാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷമാണ് എണ്ണയിൽ നിന്നും എടുക്കുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ ഉൾഭാഗം നന്നായി വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ മുട്ട സിർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ എണ്ണ മുഴുവൻ ഇതുപോലെ വാർത്ത് കളഞ്ഞതിന് ശേഷം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ മുട്ട സിർക്കയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സിർക്ക ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം, ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്.
ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. അത്രയും ഇതിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ആര് പോലെ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ മുട്ട സിർക്ക് നന്നായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കില്ല. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് മരവിച്ച പോലെയാണ് ഉണ്ടാവുക. ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഇങ്ങനെ ആര് പോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ തന്നെ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട സിർക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കാരണം നമുക്ക് കറി വേണമെന്നൊന്നുമില്ല. പിന്നെ പഴം ചേർത്ത് കഴിക്കുന്നവരുണ്ട്. പഴവും മുട്ട സിർക്കയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ബീഫ് കറി, മീൻ കറി ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പരിപ്പ് കറിയൊന്നും അത്ര മാച്ചാവില്ല. ബീഫ് കറി അല്ലെങ്കിൽ മീൻ മുളകിട്ടത് ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്